കുട്ടിക്കാലത്ത് പരാജയഭീതി, സമ്മർദ്ദം, ആശയക്കുഴപ്പം, പ്രതീക്ഷ നഷ്ടപ്പെടൽ തുടങ്ങിയ ഉയർച്ച താഴ്ചകൾ നേരിടുമ്പോൾ ഇനി പറയുന്ന 5 മന്ത്രങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഒരു ധീരമായ ശബ്ദമായി മുഴങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർ മക്കൾക്ക് ഈ 5 മന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഒന്നാമതായി ഓം നമഃശിവായ എന്ന മന്ത്രമാണ്. ശിവനെ സ്തുതിക്കുന്ന 5 അക്ഷര മന്ത്രമാണിത്. ഓം എന്നത് പ്രപഞ്ചത്തിന്റെ ആരംഭവും, നമ എന്നത് വിനയവും സമർപ്പണവും, ശിവായ എന്നത് നന്മയുടെ രൂപത്തിലുള്ള പരമാത്മാവ്. ഇതിനർത്ഥം എല്ലാം അറിയുന്ന ശിവനെ ഞാൻ വിനയപൂർവ്വം നമിക്കുന്നു എന്നാണ്. കുട്ടികൾ ദിവസവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അവർക്ക് മനസമാധാനം ലഭിക്കുന്നതാണ്. കൂടാതെ ഭയം, സുരക്ഷിതത്വ ബോധം, കഷ്ടകാലങ്ങളിൽ ധൈര്യം എന്നിവയും ലഭിക്കുന്നതാണ്. രണ്ടാമതായി ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷരി മന്ത്രമാണിത്. ഞാൻ വാസുദേവനായ ഭഗവാൻ കൃഷ്ണനെ നമിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മനസ്സിന്റെ വ്യക്തത, ഓർമ്മശക്തി, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ്, നല്ല സൗഹൃദങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ്. മൂന്നാമതായി ഓം കാമ ഗണപതായ നമഃ തടസ്സങ്ങൾ നീക്കുന്ന ഗണേശ മന്ത്രമാണിത്. ഗണപതിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം, പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ധൈര്യം, ഭയത്തിൽ നിന്നുള്ള മോചനം, ശ്രദ്ധ, ഏകാഗ്രത എന്നിവ ലഭിക്കുന്നതാണ്. നാലാമതായി ഓം ശ്രീ രാമായ നമഃ സത്യസന്ധത, നീതി, നിയന്ത്രണം എന്നിവ പഠിപ്പിക്കുന്ന ഒരു മന്ത്രമാണിത്. ഞാൻ ശ്രീരാമനെ വണങ്ങുന്നു എന്നാണ് ഇതിനർത്ഥം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സത്യസന്ധത, കാരുണ്യം, ആത്മനിയന്ത്രണം, ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ പങ്കാളിത്തം എന്നിവ ലഭിക്കുന്നതാണ്. അഞ്ചാമതായി ഓം നമോ നാരായണായ സമാധാനം നൽകുന്ന ഒരു സമർപ്പണ മന്ത്രമാണിത്. ശ്രീനാരായണന് എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ എന്നാണ് ഇതിനർത്ഥം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വൈകാരിക സന്തുലിതാവസ്ഥ, കോപം കുറയ്ക്കൽ, ഈശ്വരനിലേക്കുള്ള വിശ്വാസം, നിഷ്കളങ്കതയോടെ പ്രവർത്തിക്കുന്ന ശീലം എന്നിവ വന്നു ചേരുന്നതാണ്. വൈകുന്നേരങ്ങളിലോ മനസ്സ് ആശയക്കുഴപ്പത്തിലാകുമ്പോഴോ ഈ മന്ത്രം പ്രത്യേകിച്ചും സഹായകരമാണ്. ഈ 5 മന്ത്രങ്ങളും നിത്യേന ചൊല്ലുന്നതിലൂടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്.